വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. റിസ്ക് അസസ്മെന്റ് ടെക്നിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിസ്ക് അസസ്മെന്റ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ റിസ്കിനെ അസസ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക, കണ്ടുപിടിക്കുക, അതിൻ്റെ എന്താണ് അതിൽ സംഭവിക്കുന്ന അപാകതകളും കാര്യങ്ങളും ഒക്കെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിനാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ടെക്നിക്സുകൾ ഏതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്ന. ഓരോ സ്ലൈഡിലും ഓരോ ടെക്നിക്സ് അതിനെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് പറയുന്നത് QRA എന്നാണ്. QRAയിൽ രണ്ട് QRA ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റും ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റും. ഓക്കെ, ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ് വായിക്കാം. Is most commonly used in the process industries to quantify the risk of major hazards. QRA is used in offshore oil and gas industries, the transport of hazardous material, the protection of environment, mass transportation, rail and the nuclear industry. ഇപ്പം QRA എന്ന് ഉപയോഗിക്കുന്നത് ഹെവി ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡുകൾ കൂടുതൽ ഹെവി ഹസാർഡുകളെടുത്ത് ഹസാർഡ് ഐഡന്റിഫിക്കേഷനും അതിൻ്റെ കൺട്രോളിനും വേണ്ടിയാണ്. മെയിൻലി ബേസിക്കലി എന്താണ് ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് QRA. മേജർ ഇൻഡസ്ട്രീസ് ഒന്നാകെയുള്ള ഇതുള്ള റിസ്ക് ടോട്ടൽ റിസ്ക് അസസ്മെന്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒന്നിച്ചുള്ള കണ്ടുപിടിക്കുക. ആകെ എത്ര എന്തെല്ലാം ഏതെല്ലാം, കാരണം ഏതെല്ലാം മേഖലകളുണ്ട്, ആ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം പ്രശ്നമുണ്ട്, അപ്പം വരാവുന്ന ഒന്നാകെ കൂടിയുള്ള റിസ്കിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അടുത്തതാണ് QRA ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ്. Can be a very straightforward process based on judgment requiring no specialist skills or complicated technique. This approach is commonly known as qualitative or subjective risk assessment. ഇത് നോക്കിക്കോളൂ, സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഒരു പെർട്ടിക്കുലർ ടാസ്കിന് എടുത്തിട്ട് ആ റിസ്കിനെ അനലൈസ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു റിസ്കിനെ മാത്രം അനലൈസ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ എടുത്തിട്ട് അതിനെ പ്രത്യേകം അതിൻ്റെ ക്വാളിറ്റി ബേസ്ഡ് പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇതാണ്. ആദ്യത്തെ എന്താണ് QRA ഒന്നാകെയാകുമ്പോൾ ഇതെന്താണ് പെർട്ടിക്കുലർ പീസ് ബൈ പീസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ രണ്ടാമത്തേന് വലിയ ടെക്നിക്ക് ഇതിൻ്റെ റിസൾട്ടില്ല. കാരണം എന്താ, ഒരു ജോബിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധാരണ ഒരു തൊഴിലാളിക്ക് തന്നെ അറിയാം ഇന്ന് ജോലി ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യുന്നുള്ളത്. ആ രീതിയിലുള്ളതാണ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലാണുള്ളത്. ഓക്കെ, ആദ്യം QRA ഉപയോഗിക്കുന്ന ഏതാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇൻഡസ്ട്രി, കാരണം കെമിക്കൽ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ളിടത്തുള്ള നിലനിൽക്കുന്ന ഹസാർഡുകളെ മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസ്കിനെ എടുത്ത് അതിനെ അനലൈസ് ചെയ്യും കൺട്രോളിങ്ങിന് വേണ്ടിയാണ് ഈ അസസ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൽ വരുന്ന വ്യത്യാസം. അടുത്ത സ്ലൈഡിൽ നോക്കിയോളൂ. HAZOP എന്നുള്ള ഷോർട്ട് ഫോമാണ്. ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി എന്നുള്ളതാണ്. HAZ എന്നുള്ളത് ഹസാർഡ്, OP എന്നുള്ള ഓപ്പറബിലിറ്റി ആൻഡ് S എന്നുള്ളത് സ്റ്റഡി. അതാണ് ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡീസ്. അതാണ് HAZOP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A HAZOP study is a systematic search for hazards which are defined as deviation within these parameters that have dangerous consequences. HAZOP have been used for many years as a formal means for the review of chemical process design. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള പ്രോസസ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഓയിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ അതിൻ്റെ പ്രോസസ് പ്ലാനിൽ ചെറിയ ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആ വ്യതിയാനങ്ങൾ ഡെവിയേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഹസോപ്പ് അല്ലെങ്കിൽ ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി എന്ന ടെക്നിക്ക്. ഇറ്റ് ഈസ് ഏതാണ് ടെക്നിക്ക് യൂസ്ഡ് ഫോർ റിസ്ക് അസസ്മെന്റ്. അവിടെ ആ പ്രോസസ് പ്ലാനിൽ വരുന്ന റിസ്കിനെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, ഹസോപ്പ് എന്ന് പറയുന്നത്. താഴത്തെ ഡയഗ്രത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരാം. ഓക്കെ, കൺസിഡർ ദ സിമ്പിൾ പ്രോസസ് ഡയഗ്രാം ബിലോ. ഒരു ചെറിയ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഡയഗ്രാം ആണത്. ഇറ്റ് റെപ്രസെന്റ് എ പ്ലാന്റ് വേർ സബ്സ്റ്റൻസ് എ ആൻഡ് ബി റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് സി. If there is more than B than A, there may be an explosion. ഇപ്പോൾ നോക്കിക്കോളൂ, ഒരു സിമ്പിൾ കണ്ടീഷൻ, ഒരു നോക്കിക്കോളൂ, എ എന്ന ടാങ്ക്, രണ്ടാമത്തത് ബി എന്നൊരു ടാങ്ക് വരുന്നുണ്ട്, അത് ചിത്രത്തിലുള്ള. അതേപോലെ തന്നെ ബി എന്നുള്ളതിൽ നേരെ ഒരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ബി ടാങ്ക്. ഇതിൽ നോക്കിക്കോളൂ, എ എന്നുള്ള ടാങ്കിലുള്ളതും ബി എന്നുള്ള ടാങ്കുകളിലും എത്തിപ്പെടുന്നത് സി എന്നുള്ള വലിയ ടാങ്കിലേക്കാണ്. അത് എത്തിപ്പെടുന്നത് ഏതാണ്, V1 വാൾവ്, അത് കഴിഞ്ഞ് V2 വാൾവ് ഉണ്ട്, അത് കഴിഞ്ഞൊരു ചെറിയ പിന്നെ ബൂസ്റ്റർ മോട്ടർ ഉണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഏതെങ്കിലും കാരണം കൊണ്ട് ബി രണ്ടും ഒരേ ലെവലിലാണ് എവിടെ എത്തുന്നത്, സി എന്ന ടാങ്കിൽ എത്തുന്നതും. അപ്പോൾ സിയിൽ നിന്ന് പുറത്ത് വരുന്ന പ്രൊഡക്റ്റ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഏതെങ്കിലും കാരണം വശം കൊണ്ട് ബി എക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണം കൊണ്ട് എന്താണ്, എ എന്ന മെറ്റീരിയൽ ബി എന്ന മെറ്റീരിയലിനെക്കാട്ടും കൂടുതൽ അളവിലാണെങ്കിൽ, അതിൻ്റെ പ്രൊപ്പോർഷണൽ റേഷ്യോ ഈക്വൽ ആണ് പറഞ്ഞത്, അളവിലാണെങ്കിൽ അവിടെ ഒരു പൊട്ടിത്തെറി കലാശിക്കും. അപ്പം ഏതെല്ലാം കണ്ടീഷൻ കൊണ്ട് സംഭവിക്കാം, അളവിലാവാൻ കാരണം എന്താണ്, ഏതെങ്കിലും കാരണം കൊണ്ട് V1 വാൾവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത ഫുള്ളി ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ V4 വാൾവിൻ്റെ അതേ രീതിയിൽ അത് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ അതിൽ നിന്നുള്ള അളവ് കുറയാം, ഒരു കണ്ടീഷൻ. അപ്പോൾ എന്താണ്, ബി എന്നുള്ള കൂടും. വേറൊരു കണ്ടീഷൻ V2 എന്നുള്ളത് മോട്ടർ നിന്നാണ് വരുന്നത്. മോട്ടർ ഏതെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ RPM കുറയുകയാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണെങ്കിൽ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, എ എന്നുള്ള അല്ലെങ്കിൽ എ ടാങ്കിൽ നിന്നുള്ള പ്രൊഡക്റ്റ് സി ടാങ്കിൽ എത്തുമ്പോൾ കുറയും, ബി ടാങ്കിലുള്ളത് കൂടുകയും ചെയ്യും. അപ്പം അതേപോലെ തന്നെ V2 വാൾവിൽ വ്യതിയാനം, V4 വാൾവും V2 വാൾവും. ഇവിടെ നോക്കിക്കോളൂ, V1 V2 പിന്നെ V3 V4 ഉണ്ട്. അപ്പോൾ V4 വാൾവിൽ എന്തെങ്കിലും, അതേപോലെ തന്നെ V3 വാൾവ് നോർമലി ക്ലോസ്ഡ് ആണ്. അതെന്താണ്, ഏതെങ്കിലും പ്രഷർ ബൈപ്പാസ് കണ്ടീഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഏതെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആവുമോ ഇനോട് ഓപ്പറേറ്റ് ആയാണെങ്കിലും സെയിം കണ്ടീഷൻ. കാരണം എന്താ, സിയിലേക്ക് പോകേണ്ടത് V3 വാൾവ് കൊണ്ട് ഡൈവേർട്ട് ആയി പോകും. ഓക്കെ, ഇങ്ങനെ അനവധി രീതിയിൽ പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ തിരിച്ചും ചിന്തിക്കുക, ഏതെങ്കിലും കാരണം കൊണ്ട് ബി എന്ന ടാങ്കിലുള്ളത് ബിൻ്റെ അസോസിയേറ്റഡ് മോട്ടർ RPM കൂടുകയാണെങ്കിലും എ നോർമൽ വരുമ്പം ബി കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അപ്പം ഈ കണ്ടീഷൻസ് എങ്ങനെയൊക്കെ വരാം എന്ന് സ്റ്റഡി ചെയ്ത് അപകടത്തെ ആ വരാവുന്ന മാർഗങ്ങളെ ഇല്ലാതാക്കുക. അടുത്ത സ്ലൈഡ് നോക്കൂ. ടൈപ്സ് ഓഫ് ഹസാർഡ്. ഹസാർഡല്ല, ടൈപ്സ് ഓഫ് ഹസോബ്സ്. ഹസോപ്പിൽ ഹെർമിനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വാൾവിൽ വ്യത്യാസം വരാം, അതേപോലെ തന്നെ മോട്ടറിലെ RPM അല്ലെങ്കിൽ RPM എന്ന് വെച്ച് കഴിഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്, അതിൻ്റെ ഓരോ മിനിറ്റിലുള്ള കറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ വരാം. അപ്പം ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, മനുഷ്യനിർമ്മിതമായ തെറ്റായിരിക്കാം, ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കാം, ഓക്കെ, പ്രൊസീജിയറിലെ വ്യത്യാസമായിരിക്കാം, സോഫ്റ്റ്വെയർ പ്രോബ്ലം ആയിരിക്കാം. അപ്പം ഇതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഹസോപ്പിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹ്യൂമൻ ഹസോപ്പ്,
ഹ്യൂമൻ എസോപ്പ് എന്താ? ഫോക്കസ് ഓൺ ഹ്യൂമൻ എറേഴ്സ്, മനുഷ്യൻ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുകൊണ്ട് വരാം. പ്രോസസ് അബ്സോർബ്, അപ്പോൾ പ്ലാന്റ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്തെല്ലാം വരാം. ഓക്കെ, പ്രോസസ് പ്ലാന്റിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അതേപോലെ തന്നെ പ്രൊസീജിയർ, അത് യൂസ് ടു റിവ്യൂ പ്രൊസീജിയേഴ്സ് ആൻഡ് ഓപ്പറേഷണൽ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് സീക്വൻസിലേ വരാം. ആ സീക്വൻസിൽ വേരിയേഷൻ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ടൈം ഡിലേയിൽ വരുന്ന വ്യത്യാസങ്ങൾ. പിന്നെയോ പല കൺട്രോൾസും മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ കൺട്രോള് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിയന്ത്രിക്കുമ്പോൾ എന്താണ്? സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതിലേക്ക് പ്രശ്നം പോകും. അപ്പോൾ എന്താണ്? അപ്പോൾ സോഫ്റ്റ്വെയറിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം എന്നുള്ള. ഇങ്ങനെ ഹസോപ്പിന് വീണ്ടും തിരിച്ചിട്ടുണ്ട്. കാരണം അതിൽ നിലനിൽക്കുന്ന, നേരത്തെ പറഞ്ഞ അതിൽ ഏജൻസികളുടെ തെറ്റുകളെയും കാര്യങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം മനുഷ്യൻ്റെ അൺസേഫ് ആക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രോസസ് പ്ലാന്റ് അൺസേഫ് കണ്ടീഷൻസ് പിടിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊസീജിയറിൽ വരുന്ന എന്താണ്? ഇൻഡിസിപ്ലൈൻഡ് ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ, അത് വരുന്നത്. പിന്നെയോ ടെക്നിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോബ്ലം, ടെക്നിക്കൽ പ്രോബ്ലം ആണത്. ഓക്കെ, മൂന്നാമത്തത് ടെക്നിക്കലായിട്ട് തന്നെ നമുക്ക് അസസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഹസോപ്പുകൾ ഉണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഇതിന് ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് എങ്ങനെ ഓപ്പറേറ്റ് അല്ലെങ്കിൽ എങ്ങനെ പൊട്ടി വരാം എന്നുള്ള സ്റ്റഡി ചെയ്യുന്നതാണ്. അടുത്ത സ്ലൈഡ് നോക്കൂ. FTA വേറൊരു ടെക്നിക്കാണ്, ഫോൾട്ട് ട്രീ അനാലിസിസ്. FTA എന്ന് വെച്ചാൽ എന്താണ്? ഫോൾട്ട്. അതൊരു ഏതാണ്? റിസ്ക് അസസ്മെന്റ് ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ്. A fault tree is a diagram that displays logical interrelationship between the basic causes of the hazard. അപ്പോൾ ഒരു സർക്യൂട്ട് ഓപ്പറേഷണൽ ടെക്നിക്കലി ആയിട്ട് വരുന്ന കണ്ടീഷൻസിലാണ്. നേരത്തെ പറഞ്ഞത് ടെക്നിക്കൽ പ്രോബ്ലംസ്, സോഫ്റ്റ്വെയറും ഇതിൽ ഒക്കെ പറഞ്ഞ ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് വരുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൾട്ട് ട്രീ ഉപയോഗിക്കുന്നത്. Fault tree analysis can be simple or complex depending on the system. അപ്പം ആ സിസ്റ്റത്തിൽ ഉള്ള കോംപ്ലിസിറ്റി അനുസരിച്ച് FTA കോംപ്ലിക്കേറ്റഡ് ആവും. സിമ്പിൾ ആണെങ്കിൽ, പ്രോസസ് ആണെങ്കിൽ അതും എന്താവും? FTA സിമ്പിൾ ആയിരിക്കാം. കോംപ്ലക്സ് അനാലിസിസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് ബുലിയൻ ആൾജിബ്ര ടു റെപ്രസെന്റ് വേരിയസ് ഫെയിലിയർ സ്റ്റേറ്റ്സ്. ആൾജിബ്ര സീക്വൻസ് 0, 1, 0 ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിനെ കണ്ടുപിടിക്കാം. അത് പഠിച്ചിട്ട് ഇതാക്കണ്ട. നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ച് ഫോൾട്ട് ട്രീ അനാലിസിസൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി താഴത്തെ സിമ്പിൾ ഡയഗ്രാം ഉപയോഗിക്കുന്ന നോക്കിയോളൂ. ഇത് പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ലാമ്പ് ഉണ്ട്. അപ്പം നോക്കിയോളൂ, ഈ ലാമ്പ് കത്തുന്നില്ല. അപ്പോൾ ആദ്യത്തെ ലാമ്പ് കത്തുന്നില്ല. ലാമ്പ് കത്താതിരിക്കാനുള്ളൊരു കാരണം എന്താണ്? ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈ ഉണ്ടോ എന്ന് നോക്കും. സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ബൾബ് കത്തുള്ളൂ. അപ്പം നോക്കിയോ, എന്താണ്? പവർ യൂണിറ്റിൽ സപ്ലൈ ഉണ്ട്. സപ്ലൈ ഉണ്ടെങ്കിൽ ഓക്കെ. ബാറ്ററി സിസ്റ്റത്തിൽ അതിനിപ്പോൾ സപ്ലൈ പോയാലും ബാറ്ററിയിൽ ബാക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ്? സപ്ലൈ ഇല്ലെങ്കിൽ അപ്പം ബാറ്ററി ഉണ്ടോ എന്ന് നോക്കുക, അതുമുണ്ട്. അപ്പോൾ എന്താണ്? ഒരിക്കലും ഫെയിലിയർ ഉണ്ടാകാതെ കത്തുന്നുണ്ട്. അന്നേരം എന്തായിരിക്കും നമ്മൾ അടുത്ത് നോക്കുന്നത്? എന്താണ്? ലാമ്പ് ഫ്യൂസ് ആണോ? പവർ സപ്ലൈ ഒക്കെ ഉണ്ട്, അപ്പം കത്തുന്നില്ലെങ്കിൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ ലാമ്പ് ഫ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാമ്പ് അടിച്ചു പോയിരിക്കും. ഓക്കെ, വേറൊരു അതെ നോക്കി ലാമ്പ് നോക്കുമ്പോൾ കറക്റ്റാണ്. അന്നേരം പിന്നെ എന്തായിരിക്കും? തറയുടെ സ്വിച്ച് കൂടെ അല്ലെങ്കിൽ ചിലപ്പം ഫ്യൂസ് പോയതായിരിക്കാം. ചെക്ക് ചെയ്തു, ഫ്യൂസ് റെഡി ആണെങ്കിൽ സ്വിച്ചിൽ സപ്ലൈ വരണം. സപ്ലൈ വരുന്നുണ്ടെങ്കിൽ എന്താണ്? ലാമ്പിലെത്തണം. നോക്കുമ്പോൾ സ്വിച്ച് ശരിയാണ്, സ്വിച്ചിൽ സപ്ലൈ എത്തുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നത്. അന്നേരം എന്തായിരിക്കും? ലാമ്പിലേക്ക് വരുന്ന കണ്ടക്ടറിൽ അല്ലെങ്കിൽ വയറിന് ഏതോ ഒരു വയറ്, 2 വയറുണ്ട്. ഒന്ന് സ്വിച്ചിൽ നിന്ന് വരുന്ന, വേറൊന്ന് പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന. ഏതെങ്കിലും 2 ഏതെങ്കിലും ഒരു വയറ്
ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയിരിക്കാം, കോണ്ടാക്ട് പോയിന്റ് ഇതായിരിക്കാം. ഇങ്ങനെ അനവധി സീക്വൻസിൽ അപ്പം നോക്കിക്കോളൂ, ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള സിംപ്ലസ്റ്റ് ഒരു ട്രീ അവിടെ ഉണ്ടാക്കി വെക്കും. ഇന്ന സ്റ്റെപ്പ് കൂടെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സീക്വൻസ്. അല്ലെങ്കിൽ എന്നാൽ വിഷമിക്കും, എവിടെ കണ്ടുപിടിക്കണം എങ്ങനെയുള്ള. അല്ലെങ്കിൽ എന്താണ്, ഇത് മുഴുവൻ തപ്പി വരുന്നവരെ എന്താവും, നമുക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡെഡായി കിടക്കും. ആ ഡെഡ് കണ്ടീഷനിൽ പെട്ടെന്ന് അപ്പോൾ എന്താണ്, ഫെയിലിയർ ഇവിടുന്ന് ഏതെല്ലാം കാരണം കൊണ്ട് ആ ട്രീ അനാലിസിസ് മെത്തേഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹസാർഡും അങ്ങനെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഫെയിലിയർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഏതെല്ലാം ഫെയിലിയർ കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, ഇതിനാണ് ഫോൾട്ട് ട്രീ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ആ സിമ്പിൾ ഡയഗ്രാം നിങ്ങളെ വീട്ടിൽ ഒരു ബൾബ് കത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുക എന്താണ്, സപ്ലൈ ഉണ്ടോ എന്ന് നോക്കുക. സപ്ലൈ ഇല്ലെങ്കിൽ ബൾബ് കത്തില്ല. രണ്ടാമത് തന്നെ സപ്ലൈ ഉണ്ട്, ബൾബ് കത്തുന്നില്ല. അപ്പോൾ എന്തോ ബൾബ് ഫ്യൂസാണോ എന്ന് നോക്കും, നമ്മൾ ബൾബ് മാറ്റിയിട്ട് നോക്കും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്നുള്ള ഇതിൽ ഹസാർഡ് ഓപ്പറേഷനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ വേറൊരു ടെക്നിക്ക് പറയുന്നു, റിസ്ക് അസസ്മെന്റ് ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്ക് FMEA, Failure Modes and Effect Analysis. Failure Mode and Effect Analysis, FMEA, is a structured approach to discovering potential failures that may exist within the design of a product or process. Failure modes are the ways in which a process can fail. Effects are the ways that these failure can lead to waste, defect and harmful outcomes to the customer. ഇവിടെ നോക്കിക്കോളൂ, ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ടറി സർവീസ് കിട്ടിയിരിക്കണം. ഓക്കെ, ഫെയിലിയർ. ഇപ്പോൾ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങി, ബൈക്ക് വാങ്ങിയിട്ട് നിങ്ങൾ കുറച്ച് ദൂരം പോകുമ്പോൾ ബൈക്ക് നിന്ന് വന്നു, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ടാവുന്നുള്ള പറഞ്ഞാൽ നടക്കുക, അതൊരു ഫെയിലിയർ മോഡാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതെല്ലാം രീതിയിലാണ് ഡിസൈനിൽ ഫെയിലിയർ വരുന്നത് നോക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഫെയിലിയേഴ്സ് ദാറ്റ് മേ എക്സിസ്റ്റ് വിത്തിൻ ദ ഡിസൈൻ പ്രോബ്ലം കൊണ്ട് വരുന്ന ഫെയിലിയേഴ്സുകൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, ആ ഡിസൈനിനെ കുറ്റമറ്റത്, ഒരിക്കലും ഫെയിലിയർ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകണം. അതിന് ഏതെങ്കിലും ഒരു പ്രോസസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താവുന്നു, ഫെയിലിയർ വരിക എന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഫെയിലിയർ ഉണ്ടാകാൻ പാടില്ല. ആ ഫെയിലിയർ ഡിസൈൻ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 1 year വാറണ്ടി, 2 year വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തരുന്നുണ്ട്. എന്താ വാറണ്ടി? അവിടെ കമ്പനി അഷ്വർ ചെയ്യാണ്, കാരണം ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വിടും. ഏതെങ്കിലും കാരണം കൊണ്ട് ഫെയിലിയർ വരികയാണെങ്കിൽ അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു അതിൻ്റെ ഇതാണ്. അപ്പം ഇതെങ്ങനെയൊക്കെ വരുന്നത്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ടെസ്റ്റാണ് അതിൻ്റെ. ഇങ്ങനെയാണ് ഏതൊരു ഇൻഡസ്ട്രീസിലും ഫെയിലിയർ അല്ലെങ്കിൽ ഹസാർഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് മനസ്സിലാക്കുക, ഫെയിലിയർ കാരണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് FMEA. നിങ്ങളിപ്പോൾ നോക്കിക്കോളൂ, ഏതൊരു ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്, ക്രിട്ടിക്കലും ഇതും വരുന്നുണ്ട്. ഓക്കെ, വ്യത്യാസം ഉള്ളത്. കാരണം ഒരു TV ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, TV ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇരുന്നു. അല്ലെങ്കിൽ ബാറ്ററി, ഇപ്പോൾ നിങ്ങളൊരു ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു മൊബൈൽ ഫോണിൽ ബാറ്ററി ഉണ്ടെങ്കിൽ കമ്പനി പറയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. പക്ഷേ ചാർജ് ചെയ്യാനുണ്ട് 1000 സൈക്കിൾസ് അല്ലെങ്കിൽ 500 സൈക്കിൾസ്. ആ സൈക്കിൾസിൽ അതിന് ഡിഫക്റ്റ് വരാൻ പാടില്ല. ആ ഡിഫക്റ്റ് വരുന്നുണ്ട്, അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, FMEA ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് റിസ്ക് അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഓക്കെ, അടുത്ത ടെക്നിക്ക് FMECA, ഫെയിലിയർ മോഡ് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ്. നേരത്തെ പറഞ്ഞു FMEA എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ വരുന്ന പ്രോബ്ലം കണ്ടുപിടിക്കുകയാണ്.
നിങ്ങൾക്ക് പല കാർ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഓടുമ്പം ചൂടാവുന്നു മറ്റാന്ന്, പിന്നെ എന്ത് ചെയ്യും, അവരാ കാറിന് കാര്യങ്ങളെ തിരിച്ചു വിളിച്ച് കമ്പനിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, കണ്ടു. അപ്പോൾ ആ ചൂടാവുന്നത് എന്തുകൊണ്ട്? FMEA ഡിസൈനിൽ എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടുള്ളത് FMEA. ഇനി നോക്കിയുള്ളൂ FMCA, ഫെയിലിയർ മോഡ് ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ്. ഇനി നിങ്ങളൊരു TV ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സ്ക്രീനിൽ പിന്നെ ഓഫായി പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിക്കറിങ് വരുന്നു. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നീഷ്യൻ വരും, അവർ വന്ന് തുറന്നിട്ട് എന്ത് ചെയ്തു, ചില പോയിന്റിൽ ചെക്ക് ചെയ്താണ്, അന്നേരം പറയാം ഇത് ഫ്യൂസ് പോയതുകൊണ്ടാണ്, അന്നേരം അനലൈസ് ചെയ്ത് മാറ്റിത്തരും. ഇങ്ങനെ പെട്ടെന്ന് ചെറിയ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ആ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റിനെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റുക. അല്ലെങ്കിൽ എന്താണ്, അത് ചെയ്യാൻ കഴിയില്ല, അതിങ്ങനെ ഡെഡായി കിടക്കും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് അത് ഡെഡായി കിടന്നു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പിന്നെ മൂവ് ചെയ്യാതാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ റിപ്പയർ ചെയ്യാൻ കഴിയണം. അതിൻ്റെ അപ്പോൾ ഏതാണ് ഇത് ചെയ്യുമ്പോൾ നോർമലി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിൽ ഡിഫക്റ്റ് ആവുന്ന പാർട്ടുകൾ ഏതെല്ലാമാണ്, ആ പാർട്ടുകൾ സ്പെയർ പാർട്ടായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ. അന്നേരം നോക്കിയാൽ ഈ സാധനം പോയി, സാധനം നോക്കുമ്പോൾ അതിൻ്റെ സ്പെയർ ഇല്ല, സാധനം മാർക്കറ്റിൽ അവൈലബിൾ അല്ല, പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരാണ്ട് ക്രിട്ടിക്കൽ, അതാണ് ഫെയിലിയർ മോഡ് എഫക്റ്റ് criticality analysis is a method which involve quantitative failure analysis. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഒന്നാകെ വരുന്ന ഡിഫക്റ്റുകൾ. The FMECA involves creating a series of linkages between potential failure mode, the impact on the mission effect and the causes of the failure, causes of and mechanism. ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള TV പറഞ്ഞു. ഇനി നോക്കിക്കോളൂ, നമ്മളെ റോക്കറ്റ് ലോഞ്ചിങ് കാര്യങ്ങൾ ഇതിലൊക്കെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ ബേസിൽ. ഇപ്പം മുകളിലോട്ട് റോക്കറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകണം, അത് കഴിഞ്ഞിട്ട് ചിലപ്പം ഫ്യൂവല് കത്തുന്നില്ല, അതിന് ചെയ്യുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ അവിടെ അതിനെ കറക്റ്റ് ചെയ്തിരിക്കണം. ക്രിട്ടിക്കലി അനാലൈസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ സിസ്റ്റം ഒന്നാകെ നശിച്ചു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ തന്നെ പ്രോസസ് പ്ലാനിലും കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് ക്രിട്ടിക്കലി അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡിഫക്റ്റിനെ കണ്ട് പിന്നെ അതിനെ റിക്കവർ ചെയ്യുന്ന രീതികളാണ് FMCA ഉപയോഗിക്കുന്നത്. അടുത്ത ടെക്നിക്ക് നോക്കൂ, ETA, ഇവന്റ് ട്രീ അനാലിസിസ്. An event tree analysis is a inductive procedure that show all possible outcomes resulting from an accident event. Okay, event tree analysis. Okay, ഒരു ആക്സിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഔട്ട്കം റിസൾട്ടിങ് ഫ്രം ആൻ ആക്സിഡന്റ്. ഓക്കെ, ഒരു ആക്സിഡന്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഇവന്റുകളെ മനസ്സിലാക്കുന്ന അനവധി ഇവന്റുകളിൽ കൂടെ ആക്സിഡന്റ് വരാം. ഓക്കെ, നിങ്ങൾ ബൈക്കും കൊണ്ടുപോകുന്നു, ആക്സിഡന്റ് എന്തുകൊണ്ടും വരാം, ബ്രേക്ക് ഫെയിലിയറിൽ വരാം, ഓക്കെ, ലോസ് ഓഫ് കൺട്രോൾ വരാം, ഇനിയോ ലോസ് ഓഫ് ടെക്നിക്കൽ കൺട്രോൾസ് വരാം. ഇങ്ങനെ പല പ്രശ്നത്തിൽ പല രീതിയിലാണ് ആ ഇവന്റുകൾ വരുന്നത്. അതിനെ ഇവന്റിനെ അനലൈസ് ചെയ്യുക, ആക്സിഡന്റ് ഇവന്റ്സിനെ അനലൈസ് ഉപയോഗിക്കുന്നതാണ് ഇവന്റ് ട്രീ അനാലിസിസ് എന്ന ടെക്നിക്ക്. നോക്കിക്കോളൂ, ഈ സ്ലൈഡിൽ നോക്കിക്കോളൂ, മൂന്ന് ടെക്നിക്സ് ഒരുമിച്ച് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഒന്ന് റിസ്ക് മാട്രിക്സ്, JSA, വാട്ട് ഈഫ് അനാലിസിസ്. 3 ടെക്നിക്കുകളാണ്. Risk matrix is used during risk assessment to define various levels of risk. It is used to develop tools to tackle multiple hazards within a framework. Okay, risk matrix എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിസ്ക് അനാലിസിസിന്റെ സമയത്ത് ഒരേ ലെവലിൽ നിൽക്കുന്ന അനവധി റിസ്കുകളെ അനലൈസ് ചെയ്യാനും അസസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ടാക്കിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്
റിസ്ക് മാട്രിക്സ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഒരേ ഇതിൽ തന്നെ ഒരു ഫ്രെയിം വർക്കിലുണ്ടാകുന്ന അനവധി റിസ്കുകളെ മനസ്സിലാക്കി അതിനെ ടാക്കിൾ ചെയ്യുക. ഒരേ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബിലെ അനവധി റിസ്കുകളെ ഒരു മെഷർ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഓരോന്നിനും ഓരോ കൺട്രോൾ ചെയ്യും. അപ്പം അതിന് പ്രത്യേക രീതിയിൽ ഇത് വേണം. അതിനാണ് റിസ്ക് മാട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് JSA, ജോബ് സേഫ്റ്റി അനാലിസിസ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതും നോർമലി ഇൻഡസ്ട്രിയിൽ എല്ലാ സേഫ്റ്റി പേഴ്സണും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ഇതാണ് ജോബ് സേഫ്റ്റി അനാലിസിസ്, അല്ലെങ്കിൽ JHA എന്ന് പറയും, ജോബ് ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നു. ജോബ് സേഫ്റ്റി അനാലിസിസ് പ്രോസസ് ഓൾസോ റെഫർ ടു JSA, ജോബ് hazard analysis or JHA. The JSA is a very effective means of helping reduce incidents, accident and injuries in the workplace. It is an excellent tool to use during new employee orientation and training and can be used to investigate near misses and accidents. Okay. ജോബ് സേഫ്റ്റി സാധാരണ സിമ്പിളായിട്ടൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് JSA, ജോബ് സേഫ്റ്റി അനാലിസിസ് എന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ എന്ത് ചെയ്യുക, ഈവൻ ന്യൂ എൻട്രി അല്ലെങ്കിൽ അപ്രന്റീസ് ട്രെയിനിങ്ങും സേഫ്റ്റി ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഓരോ വർക്കിലും അടങ്ങിയിരിക്കുന്ന അപകടങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സേഫ്റ്റി അനാലിസിസ്, എങ്ങനെ സുരക്ഷിതമായി ജോലി അപകടം ഇല്ലാതെ ചെയ്യുക. അപ്പോൾ എന്താണ്, ജോലിയിലെ അപകടങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് സുരക്ഷിതത്വം കൊണ്ട്, അതിനെയാണ് JSA ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്താണ് വാട്ട് ഈഫ് അനാലിസിസ്, used to analyze specific hazards and hazardous situations. It uses checklists to identify hazards and hazardous situations. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണെങ്കിൽ അടുത്തതുണ്ട്, വാട്ട് ഈഫ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്തായി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹസാർഡസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഹസാർഡുകളുടെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ഉപയോഗിക്കണമെന്നുണ്ട് സിമ്പിളായിട്ടൊന്നുമില്ല, അതിൽ എന്താണ് ടെക്നിക്കലി ആയിട്ട് ഡിസൈൻ ചെയ്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ക്വാളിഫൈഡ് ആൾക്കാർ വളരെ തലച്ചോറ് ചിലവാക്കി ബ്രെയിൻ സ്റ്റോമിങ് വർക്ക് കൂടെ അതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളും ഓപ്പറേഷനും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഇത്, അല്ലെങ്കിൽ മറ്റേത്. ഓക്കെ, ചിലപ്പം ഏത് അപകടത്തിൻ്റെ അതിൻ്റെ അനന്തരഫലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെതാണ് വാട്ട് ഈഫ് അനാലിസിസ് ഉപയോഗിച്ചത്. ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ നോക്കിക്കോളൂ, ഇത് പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്നല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. കാരണം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരണം. അതിൻ്റെ കാര്യങ്ങൾ ഫീൽഡ് എക്സ്പീരിയൻസ് ഒക്കെ വന്നതിന് ശേഷമേ ഇത് റിസ്ക് അനാലിസിസ് കാര്യവും ഇതിൻ്റെ ഓരോ പറയുന്ന ടെക്നിക്കും എല്ലാം ടെക്നിക്ക് ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ല. ഓരോ ഇൻഡസ്ട്രിയും ഓരോ പ്രോസസ്സും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹസാർഡിനെ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ എല്ലാം കൂടി അങ്ങ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഉദാഹരണത്തിന് ഫാൾട്ട് അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് സിസ്റ്റത്തിന്, ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അതിലുവേണ്ടി ഹസോപ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, കെമിക്കൽ ഇൻഡസ്ട്രീസിലും കാര്യങ്ങളിലും ഇതിലൊക്കെ. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. അനവധി ഇൻഡസ്ട്രീസ് ഉണ്ട്, അനവധി രീതിയിൽ അനവധി റോ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇതിന് എല്ലാവർക്കും കൂടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഓരോന്നിനായിട്ട് പ്രത്യേകം എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ ക്വാളിഫൈഡും വളരെ ബ്രെയിൻ സ്റ്റോമിങ് വർക്കാണ്. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, ഇറ്റ് ഈസ് എ കമ്പൈൻഡ് എഫേർട്ട്. അനവധി ഡിസിപ്ലിൻസ് കാര്യങ്ങളൊക്കെ ഒത്തുകൂടിയില്ല. കാരണം ഒരു സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ ഉണ്ടാവും, മെക്കാനിക്കൽ ഉണ്ടാവും, കെമിക്കൽ ഉണ്ടാവും. ഒരാളിരുന്നിട്ട് മൂന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെന്തുണ്ടോ അതിൻ്റേതായ ഡിസിപ്ലിൻസുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സൺസ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതിന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രായോഗിക തലം വരിക എന്നുള്ളത് നിങ്ങളൊരു ഉയർച്ചയിലൊക്കെ എത്തുമ്പോഴാണത് ചെയ്യുക.